ഇന്ന് തിരുവോണമാണ്. നമ്മളൊക്കെ വീട്ടിൽ തിരുവോണം ആഘോഷിക്കേണ്ട സമയമാണ്. പക്ഷേ ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ നമ്മളിലെല്ലാം ഏറെ ആശങ്ക പടർത്തുന്നതാണ്. ഈ ഒരവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ വികസനം എന്ന നിലയ്ക്ക് ദേശീയപാത വികസനം അനിവാര്യമാണ്. നമ്മളതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാനും സന്നദ്ധമാണ്. വികസനം എന്നുള്ളത് ഒരു പേറ്റുനോവ് പോലെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളുണ്ടാവും. അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനം. ആ പരിഹാരം ആവശ്യമായ തലങ്ങളിൽ ആവശ്യമായ ഘട്ടത്തിൽ ഉണ്ടായോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്നുള്ളത് കണ്ടെത്തേണ്ടി വരും. അത് കരാറുകാരുടെ അനാസ്ഥയാണോ, അല്ലെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു വികസന പദ്ധതിക്ക് വേണ്ടി DPR തയ്യാറാക്കുമ്പോൾ ജില്ലാ വികസന സമിതി ഉൾപ്പെടെയുള്ള ആളുകളുടെ ദീർഘവീക്ഷണം എത്രത്തോളം പ്രാവർത്തികമായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടി വരും. അതിലെവിടെയെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും. ഇതെല്ലാം നോക്കിയാലും യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് കാരണം എന്ന് കണ്ടെത്തി അതിനാരുത്തരവാദി, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി ഭാവിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ഇല്ല, നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇന്നലെ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പല കോണുകളിലേക്ക് നമ്മുടെ കണ്ണുകൾ തിരിയും. എവിടെയാണ് പ്രശ്നമുണ്ടായത്? കരാറുകാരൻ്റെയാണോ, അതോ ജില്ലാ ഭരണകൂടത്തിൻ്റെയാണോ, അതല്ല ഹൈവേ അതോറിറ്റിയാണോ, ഏതാണ് ആരാണ് എന്നുള്ളത് ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിലൂടെ വേണം കണ്ടെത്താൻ. എന്തുകൊണ്ട് ശാസ്ത്രീയ അന്വേഷണം എന്ന് വെച്ചാൽ നാളെ ഇതുണ്ടാവരുത്. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേ സ്ഥലത്ത് തന്നെ കുറച്ച് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ആവശ്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയും മണ്ണിൻ്റെ ഘടനയെ സംബന്ധിച്ചുള്ള, മഴ പെയ്യുന്ന സമയത്ത് ജലനിർഗമന സംവിധാനത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ പരിശോധനയൊന്നും നടന്നില്ലെങ്കിൽ തീർച്ചയായും ഇത് നടത്തേണ്ട ആളുകൾ തന്നെയാണ് ഉത്തരവാദികൾ. അപ്പോൾ അത് ആരുടെ ഭാഗത്താണ് ആ വീഴ്ച വന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വികസന പ്രവർത്തനമാണ്. അതുകൊണ്ട് ചില പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. പക്ഷേ തയ്യാറാണ് ജനങ്ങൾ. പക്ഷേ ആശങ്കയോടുകൂടി കഴിയേണ്ടി വരിക, എപ്പോഴാണോ ഇടിഞ്ഞു വീഴാൻ പോകുന്നത് എന്നുള്ളൊരു ഭയം അവരുടെ മനസ്സിൽ ജനിക്കുക എന്നുള്ളത് ആശാസ്യമല്ല. അത് ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഈ ഇടിഞ്ഞ ഭാഗം മാത്രമല്ല, തൊട്ടപ്പുറത്തെ ഭാഗത്ത് നോക്കിയാലും ചെങ്കുത്തായ തരത്തിലാണ് സംരക്ഷണ ഭിത്തി പണിതിട്ടുള്ളത്. അത് എത്രത്തോളം ശാസ്ത്രീയമാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ജാഗ്രത പാലിച്ചത് കൊണ്ടായില്ല. നേരത്തെ തന്നെ ദീർഘവീക്ഷണത്തോടു കൂടി ഇത് കാണേണ്ടതുണ്ട്. അത് കാണേണ്ട ആളുകൾ കണ്ടില്ല എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് പറയാൻ സാധിക്കുക. ആരൊക്കെയാണോ അതിന് ഉത്തരവാദികൾ, ആരാണോ ഇത് മുൻകൂട്ടി കാണാതിരുന്നത്, അവരെല്ലാവരും ഈ ദുരന്തത്തിന് ഉത്തരവാദികളാണ്. അപ്പം ദുരന്തം എന്ന് പറയാവുന്ന തരത്തിൽ നമുക്ക് അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും ജനങ്ങളെല്ലാം ആശങ്കയിലാണ്. ആ ആശങ്ക പരിഹരിക്കുന്ന നടപടികളുമായി ഭരണകൂടം, ഹൈവേ അതോറിറ്റി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാണോ ഉത്തരവാദി അവരെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തി ആ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.